നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളെന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് മാറിയതേ ഉള്ളൂ. ഇത്രയും നേരം അടുക്കളയുടെ വാതിൽപ്പടി തന്നെ ഉണ്ടായിരുന്നു. അമ്മേ, എന്താ ഇത്? നീ നടങ്ങിയിരിക്കെ. എന്തൊക്കെയായിരുന്നു അടുക്കളയില്? സാരി കൊടുക്കുന്നു, സെൽഫി എടുക്കുന്നു. അത് കണ്ട് ഇഷ്ടപ്പെടാതെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് മാറിയത്. ആ പാറു, അതെന്താണെന്ന് വെച്ചാ വേണ്ട, നീ ഒന്നും പറയണ്ട. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ നിർമ്മലയോട് നിനക്കെന്താ ഗൗതം ഇത്ര സ്നേഹം? നീ എന്തിനാ അവൾക്ക് സാരിയൊക്കെ വാങ്ങിക്കൊടുക്കുന്നത്? സാധാരണ വീട്ടിലെ വേലക്കാരിക്ക് ഓണമൊക്കെ ആവുമ്പോ ഒരു പുതിയ ഡ്രസ് എടുത്തു കൊടുക്കാറുണ്ട്. അത് ന്യായം. അതല്ല, വീട്ടിലുടുക്കാനാണെങ്കിൽ എന്റെയോ നിധിയുടെയോ ഒക്കെ പഴയ സാരികളുണ്ടല്ലോ. വേണമെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചാ പോരെ? എന്താ ബേബി ഇത്? ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ? സോറി. എനിക്കൊരു സോറിയും കേൾക്കണ്ട. അല്ല പാറു, പാറുവിനെ ആ അമ്മയും ഒന്നായിട്ട് കാണാൻ പറ്റുമോ? ദേ, നിന്റെ അമ്മ വിളിയുണ്ടല്ലോ, എനിക്കിത് തീരെ പിടിക്കുന്നില്ല, പറഞ്ഞേക്കാം. എന്റെ പൊന്നെ, ആ അമ്മ എന്നല്ലേ പാറു ഞാൻ പറഞ്ഞത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും പിടിച്ച് വഴക്കുണ്ടാക്കാൻ നിൽക്കല്ലേ. വഴക്കുണ്ടാക്കും. എന്റെ പാറുവിന് ഇങ്ങനെ ഒരു സ്വഭാവം ഇല്ലാത്തതാണല്ലോ. സഹായിക്കാൻ ആരുമില്ലാത്തവരെ കണ്ട അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന പാറുവിന് ഇതെന്താ പറ്റിയത്? ദേ, നിർമ്മല അമ്മയ്ക്ക് ആരും ഇല്ലാത്തതല്ലേ. ആകെ ഉണ്ടായിരുന്നൊരു മോൻ പോലും നഷ്ടപ്പെട്ടു പോയി. അവനെ തിരിച്ചു കിട്ടുന്നവരെ എന്നെ ഒരു മോനായിട്ട് കണ്ടുവെന്ന് കരുതി അമ്മക്ക് എന്ത് നഷ്ടപ്പെടാനാ, അല്ലേ? എന്നെ മോനായിട്ട് കണ്ടുവെന്ന് കരുതി ഞാൻ നിർമ്മലാമ്മയുടെ മോനായി പോവോ? അതോ ഞാൻ അമ്മാന്നൊന്ന് വിളിച്ചെന്ന് കരുതി എന്റെ പെറ്റമ്മയാവോ നിർമ്മലാമ്മ? പറ. നിർമ്മലാമ്മ പാവാ. വെറുതെ ഇങ്ങനെ പിണങ്ങല്ലേ. എന്റെ പാറുവിന് 2 സാരിക്ക് പകരം നാളെ ഞാൻ 20 സാരി വാങ്ങിക്കൊണ്ടു തരും. എനിക്ക് നിന്റെ സാരി വേണ്ട, ഒരു കുന്തം വേണ്ട. എങ്കിൽ ഞാനൊരു ചുരിദാർ വാങ്ങിത്തരാം. എന്ത് പറയുന്നു? പിന്നെ ഞാൻ പാറുന്നൊന്നും വിളിക്കില്ല, ചേച്ചി നീ വിളിക്കൂ, അല്ലെങ്കിൽ പാർവതി മോളേന്ന് വിളിക്കും. അതെ, ഞാൻ രാവിലെ മുതൽ ഓഫീസിൽ ഇരുന്നിട്ട് ദേ ഇപ്പം ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ബാക്കി പിണക്കം മാറ്റാം, കേട്ടോ? എന്റെ ചക്കര മുഖമൊക്കെ ഇതിങ്ങനെ വീർപ്പിച്ച് ഇവിടെ തന്നെ നിന്നു, കേട്ടോ? ഈ നിസ്സാര കാര്യത്തിനൊക്കെയാണോ അമ്മ ഇങ്ങനെ പിണങ്ങുന്നത്? നിസ്സാര കാര്യോ? ഓരോ ദിവസം കഴിയുന്തോറും നിർമ്മലയ്ക്ക് ഗൗതമിനോടുള്ള സ്നേഹം കൂടി കൂടി വരിക. നീയും കണ്ടതല്ലേ? പേടിയാ എനിക്ക്. വേണ്ടെന്ന് വെച്ചിട്ടും പറഞ്ഞു പോവാ ഞാൻ. അമ്മേ, നിർമ്മലാന്റി ആരാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലോ ഗൗതം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ എന്തിനാ അമ്മ പേടിക്കുന്നത്? ഗൗതം പറഞ്ഞതുപോലെ നിർമ്മലാന്റിയുടെ സ്ഥാനത്ത് വേറൊരു സെർവന്റ് ആയിരുന്നെങ്കിൽ അമ്മ എന്തൊക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. ഓണത്തിന് മാത്രമാണോ അമ്മ ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടുള്ളത്? എനിക്കറിയാവുന്നതല്ലേ. നിർമ്മല ആന്റി ആരാണെന്ന് അമ്മയ്ക്ക് അറിയാവുന്നതാണ് ഈ പേടിയുടെ കാരണം. നീ എന്തൊക്കെ പറഞ്ഞാലും നിർമ്മലയുടെ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട്. അവൾ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഒരു സമാധാനം കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. അത് മാത്രല്ല, ഞാൻ വേറൊരു കാര്യം പറയാം. ഇന്ന് രാവിലെ നിർമ്മലയുടെ ശിവാനി. ഹലോ, എല്ലാം കേട്ട് കഴിഞ്ഞെങ്കിലേ പെട്ടെന്നിങ്ങ് പോരെ. ഇങ്ങോട്ട് വാടി. ഈ ഒളിഞ്ഞു നിന്ന് രഹസ്യം ചോർത്തുന്ന പരിപാടി ഇനിയെങ്കിലും നിനക്കൊന്ന് അവസാനിപ്പിച്ചൂടെ? അപ്പോ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് രഹസ്യമാണെന്ന് സമ്മതിച്ചു അല്ലേ? ആ നിർമ്മലയുടെ കാര്യമല്ലേ നിങ്ങൾ സംസാരിച്ചുകൊണ്ട് നിന്നത്? അവളെ കുറിച്ച് എന്ത് രഹസ്യം നിങ്ങൾ സംസാരിച്ചത്? അതെ, ഞങ്ങൾ പലതും സംസാരിക്കും. അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല.
നീ പോയി നിന്റെ പണി നോക്ക്. എന്റെ പണി ഇനി ഇത് തന്നെയാണ് മോളെ. അധികം കാലതാമസമൊന്നും ഇനി ഉണ്ടാവില്ല. ആ നിർമ്മലയെ സംബന്ധിക്കുന്ന എന്ത് രഹസ്യം ഉണ്ടെങ്കിലും ഞാനത് പൊക്കിയിരിക്കും. കേട്ടല്ലോ, അവൾക്ക് സംശയം കൂടി കൂടി വരിക. വസുന്ധരയുടെ ബുദ്ധി കൂടി പ്രയോഗിച്ച് എല്ലാ സത്യവും അവര് കണ്ടുപിടിക്കും. എന്റെ ഭഗവാനെ, എനിക്കൊന്നും അറിയില്ലേ. ഗൗതം നേരെ ബാങ്കിലേക്കാണോ പോകുന്നത്? കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച ലോണായത്. അപ്പോഴാണ് മാനേജർ വിളിച്ചിട്ട് ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇപ്പോ ഒരു പ്രതീക്ഷയൊക്കെ തോന്നുന്നുണ്ട്. ആ ലോൺ കിട്ടുകയാണെങ്കിൽ നമുക്ക് CKCയുടെ ബാധ്യത തീർക്കാൻ പറ്റും അല്ലേ? എന്ത് നടന്നില്ലെങ്കിലും ആദ്യം അയാളുടെ ബാധ്യത തീർക്കണം. അവനെ അവന്റെ ഭാര്യയും ഇവിടെ നിന്ന് ഇറക്കി വിടണം. എന്നിട്ട് ആ കാർഗോ ബിസിനസ് തുടങ്ങാനുള്ള പരിപാടി നോക്കണം. ആ CKC ഈ വീട്ടിൽ നിന്ന് പോയാലേ നമുക്കിനി മനസമാധാനം കിട്ടുള്ളൂ. അയാളും ജ്യോതിർമയും ചേർന്നാണ് ഗൗതം നമ്മുടെ പ്രണവിന്റെ പോലും ഇങ്ങനെ മനസ്സ് മാറ്റിയെടുത്തു കളഞ്ഞത്. അതിനൊരു പരിഹാരം ഞാൻ ആലോചിച്ചു വെച്ചിട്ടുണ്ട്. പ്രണവിനെ എനിക്ക് എന്റെ കൂടെ നിർത്തിയേ പറ്റൂ. അവൻ എന്റെ കൂടപ്പിറപ്പല്ലേ. അല്ല, എന്താ ഗൗതം ആലോചിച്ചു വെച്ചിരിക്കുന്നത്? അതൊരു സർപ്രൈസാ. എന്ത് സർപ്രൈസ് ആണെങ്കിലും എന്നോട് പറഞ്ഞൂടെ? വേറൊന്നുമല്ല, പുതുതായി തുടങ്ങുന്ന കാർഗോ ബിസിനസ്സിൽ ഞാൻ പ്രണവിനെയും പാർട്ട്ണറാക്കാൻ പോവാ. ആഹാ, അത് കൊള്ളാലോ. അല്ല, ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? ആ കോഫി ഷോപ്പ് ബിസിനസ് തുടങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞതില് അവനൊരു ചെറിയ വിഷമവും പടക്കമൊക്കെ ഉണ്ട്. സത്യത്തിൽ ഞാൻ ചെയ്തത് നല്ലതിന് വേണ്ടിയാണെങ്കിലും അത് അവൻ അങ്ങോട്ട് സൂചിച്ചിട്ടില്ല. അത് ശരിയാണ്. അതിനുള്ള പരിഹാരം ആവോ ഇത്? ഈ കാർഗോ ബിസിനസ്സിൽ മേജർ ഷെയറും അവന്റെ പേരിലായിരിക്കും. അവനായിരിക്കും മാനേജിംഗ് പാർട്ട്ണർ. വളരെ നല്ല തീരുമാനമാണ് ഗൗതം. ഉത്തരവാദിത്തങ്ങളിലേക്ക് പ്രണവും കടന്നു വരട്ടെ. നിങ്ങൾ അനിയനും ചേട്ടനും ഒരുമിച്ച് നിന്നാൽ ഇതിലും വലിയ വിജയങ്ങൾ ഉണ്ടാക്കാം. പ്രണവും മിടുക്കന്, അവനും വലിയ ഉയരങ്ങളിലെത്തണം. ആ ടെൻഡറിന്റെ കാര്യത്തില് ശിവാനി പറയുന്നത് കേട്ട് അവൻ എടുത്തു ചാടിയെന്ന് കരുതി തള്ളിക്കളയാൻ പാടില്ലല്ലോ. ചേർത്ത് പിടിക്കണം. അത് ഗൗതമിന്റെ കടമയാ. ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ മതിയോ? നിന്നെപ്പോലൊരു മരുമകളായിരുന്നു ശിവാനിയെങ്കിൽ